ഇന്നും അവൾക്ക് അവളുടെ അമ്മയെ കാണാൻ പറ്റിയില്ല. വളരെ ദേഷ്യത്തിലാണെന്ന് തോന്നുന്നു. ഇന്ന് നല്ല വഴക്കിടും. ഇന്നവൾ വീണ്ടും എന്റെ ഓടക്കുഴലെടുത്താലോ? വേണ്ട, 2-3 ദിവസം ഒളിച്ചിരിക്കുന്നതാ ബുദ്ധി. താങ്ക് യു കൃഷ്ണ, താങ്ക് യു. നീ ലോകത്തിലെ ഏറ്റവും ബെസ്റ്റ് ഭഗവാനാണ്. അതെയോ? കൃഷ്ണ, എനിക്കറിയാം എനിക്ക് എന്റെ അമ്മയെ ഒരിക്കലും കിട്ടില്ലെന്ന്. പക്ഷെ ഇന്ന് എനിക്ക് ഒരുപാട് സന്തോഷമായി. പിന്നെ എനിക്ക് ഇതും അറിയാം, നീയാണ് ഏതോ മാജിക് ചെയ്തതെന്നും അതുകൊണ്ടാ അമ്മ ഇന്ന് ഇവിടെ വന്നെന്ന്. പക്ഷെ പ്രീതു, ഞാൻ താങ്ക് യു കൃഷ്ണ, താങ്ക് യു. ഞാൻ മരിച്ചു പോയതാ, പക്ഷെ എന്നിട്ടും ഞാൻ കഴിക്കുന്നു, കുളിക്കുന്നു, പിന്നെ എന്റെ അമ്മയെ കാണുകയും ചെയ്യുന്നു. പിന്നെ വാടിയും എന്റെ ഒപ്പം ഇല്ലേ. പിന്നെ നീയും എന്നെ ഒരുപാട് കെയർ ചെയ്യുന്നുണ്ട് കൃഷ്ണ, ഒരുപാട് കെയർ ചെയ്യുന്നുണ്ട് നീ. അറിയാവോ കൃഷ്ണ, മരിച്ചു പോകുന്നവരില്ലേ, അവർക്ക് അവരുടെ അമ്മയെ ഒരിക്കലും കാണാൻ പറ്റില്ല. അപ്പൊ ഞാൻ ഒരുപാട് ലക്കിയാ, കാരണം നീ എന്റെ കൂടെയുണ്ട് കൃഷ്ണ. താങ്ക് യു, താങ്ക് യു. അങ്ങനെ ഒരിക്കലും ചിന്തിക്കരുത് പ്രീതു. നിനക്ക് ഒരിക്കലും നിന്റെ അമ്മയെ കാണാൻ പറ്റില്ലെന്ന്. ജീവൻ നഷ്ടപ്പെട്ടതിന് ശേഷവും നീ ഈ ലോകത്ത് ചുറ്റിക്കറങ്ങുന്നുണ്ടെങ്കിൽ അതിന് പിന്നിൽ വലിയൊരു കാരണമുണ്ട്. അപമൃത്യു സംഭവിച്ചാൽ ശാന്തി ലഭിക്കില്ല. നിനക്ക് മോക്ഷം അമ്മയുടെ മടിയിലേക്ക് കിട്ടുകയുള്ളൂ. പിന്നെ സമയം നിന്റെ കൊലയാളികളെ സംഹരിച്ച് നിന്റെ ആത്മാവിന് ശാന്തി പ്രദാനം ചെയ്യുന്നതാണ്. ഹലോ, ഇതെന്താ നിങ്ങൾ ചെയ്യുന്നത്? എന്തിനാ എനിക്ക് ഈ പെയിന്റിങ്സ് ഒക്കെ അയക്കുന്നത്? ഇതിൽ എനിക്ക് ഒരു ഇൻട്രസ്റ്റും ഇല്ല. നിങ്ങൾ എന്നെ എത്രമാത്രം മിസ് ചെയ്യുന്നുണ്ടെന്ന് അറിയാൻ. നിങ്ങൾ എന്നെ എത്ര ഓർക്കുന്നുണ്ടെന്നും എനിക്ക് അറിയേണ്ട ഒരു കാര്യവുമില്ല. ഇനി ഒരു പെയിന്റിംഗ് കൂടി അയച്ചാൽ ഞാൻ നിങ്ങളെ ബ്ലോക്ക് ചെയ്യും. അയക്കും. ഇനിയും അയച്ചോണ്ടേയിരിക്കും. കാരണം എനിക്ക് നിന്നോട് പറയണം, നീ എനിക്ക് ആരാണെന്നും. എനിക്കിനി ഒരു മെസ്സേജ് കൂടി അയച്ചാ ഞാൻ നിങ്ങൾക്കെതിരെ ഹറാസ്മെന്റിന് കേസ് കൊടുക്കും. സുചി, നിന്റെ ശബ്ദം പുറത്തു വരുന്നേയില്ല. എന്നിട്ട് നീ പറയുന്നു നീ എനിക്കെതിരെ ഹറാസ്മെന്റിന് കേസ് കൊടുക്കുമെന്ന്. നീ കേസ് കൊടുക്കണമെങ്കിൽ കൊടുത്തോ. പക്ഷെ എനിക്കറിയാം നിന്റെ മനസ്സ് അതിനൊരിക്കലും അനുവദിക്കില്ല എന്ന്. കൃഷ്ണ, വായടി വിഷമിക്കുന്നത് എന്തിനാ? അവളുടെ അമ്മ പോയതാണ്ടാണോ? നിൽക്ക് പ്രീതു. പ്രണയത്തിന്റെ പേരിൽ സുചിക്ക് പലതവണ കരയേണ്ടി വരും. അവൾ എന്ത് കാണുന്നോ അത് സത്യമാണെന്ന് മനസ്സ് കരുതും. സുജി ശർമ്മ, നന്ദിതന്നും നിങ്ങൾ അന്വേഷിക്കുന്നുണ്ട്. അവരെ കാണുമ്പോ അവരോട് പറയണം ആരവ് നായറാണെന്ന്. ഐ ലവ് യു ടു. എനിക്കും നിങ്ങളെ വിവാഹം കഴിക്കാൻ ആഗ്രഹമുണ്ട്.
അയക്കും. ഇനിയും ഇനിയും അയച്ചുകൊണ്ടേയിരിക്കും. കാരണം എനിക്ക് നിന്നോട് പറയണം, നീ എനിക്ക് ആരാണെന്നും. ഇത് നിന്റെ കണ്ണീന്ന് വരുന്ന അവസാനത്തെ കണ്ണുനീരാണ്. എനിക്കൊരു ഇൻട്രസ്റ്റും ഇല്ല നിങ്ങൾ എന്നെ എത്രമാത്രം മിസ് ചെയ്യുന്നുണ്ടെന്ന് അറിയാൻ. ഇനി ഒരു മെസ്സേജ് കൂടി അയച്ചാ ഞാൻ നിങ്ങൾക്കെതിരെ ഹറാസ്മെന്റിന് കേസ് കൊടുക്കും. മോനെ, എനിക്ക് മാത്രം എന്താ അമ്മ ഇങ്ങനെ? എന്താ ഇങ്ങനെയൊക്കെ? ഞാൻ സുജിയെ എന്ത് വില കൊടുത്താലും എന്റെ ജീവിതത്തിൽ നിന്ന് പോകാൻ അനുവദിക്കില്ല അമ്മേ. ഞാൻ അവരോട് എല്ലാ സത്യവും പറയും. വേണ്ട മോനെ, നീ സുജിയോട് ഒന്നും പറയില്ല, ആരോടും ഒന്നും പറയില്ല. പറഞ്ഞാൽ ആകെ കുഴപ്പമാകും. സുദേവും നമ്മളും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് ആരോടും ഒന്നും പറയരുത്, സുജിയോട് പോലും. ചെയ്യും ചെയ്യും ചെയ്യും. അതിന് നിനക്കെന്താ? ഞാൻ പറയുന്നത് കേട്ട് ഇവിടെ മിണ്ടാതിരുന്നാ മതി. പ്രീതു, കഴിഞ്ഞ തവണയും ഇത് തന്നെയാണ് പറ്റിയത്. അതൊക്കെ നിനക്ക് ഓർമ്മയില്ലേ? കൃഷ്ണ, ഞാൻ ആ മസിലിനെയും പിന്നെ വായടിയെയും ഒരിക്കലും കട്ടീസവൻ സമ്മതിക്കില്ല. അവര് രണ്ടുപേരും എപ്പോഴും മിണ്ടീസായിട്ടിരിക്കണം. കാരണം അവര് രണ്ടുപേരും ബെസ്റ്റ് ഫ്രണ്ട്സ് ആണ്. ഇനി മിണ്ടാതെ എന്നെ ഹെൽപ്പ് ചെയ്തേ. ഞാനുണ്ടല്ലോ ഭയങ്കര ഇന്റലിജന്റാ. ആ പോലീസുകാരൻ കാരണം വലിയ പ്രശ്നങ്ങളാണ് ഉണ്ടായിക്കൊണ്ടിരുന്നത്. ഇതെന്തായാലും വളരെ നന്നായി, അയാൾക്ക് വെടികൊണ്ടതും അയാൾ മരിച്ചതും. നിങ്ങളിപ്പോ എന്താ പറഞ്ഞത്? ഐ വിൽ കോൾ യു ബാക്ക്. നോക്കൂ നന്ദിത, ആ പോലീസുകാരനെ ആരാ കൊന്നത്? അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. പോലീസിന് ദേവാശിഷിനെയാണ് സംശയം. പക്ഷെ എനിക്ക് അയാളെ സംശയമില്ലായിരുന്നു. അല്ല, നിങ്ങൾ എന്തിനാ ഫോണിലൂടെ പറഞ്ഞത് ആ പോലീസുകാരൻ കൊല്ലപ്പെട്ടത് വളരെ നന്നായെന്ന്? നന്നായെന്നല്ല പറഞ്ഞത്, സംഭവിച്ചത് നല്ലതല്ലെന്നാ ഞാൻ ഉദ്ദേശിച്ചത്. എനിക്കറിയില്ല നീ ഈ കാര്യത്തിൽ എങ്ങനെയാകും റിയാക്ട് ചെയ്യുക എന്ന്. പക്ഷേ ഈ കേസിന്റെ ഇൻവെസ്റ്റിഗേഷൻ ഇപ്പോൾ സ്പെഷ്യൽ ബ്രാഞ്ചാണ് ചെയ്യുന്നത്. പിന്നെ പ്രീതുവിന്റെ കേസുമായി റിലേറ്റഡ് ആയ ഒരു വലിയ സത്യം പുറത്തു വന്നിരിക്കുന്നു. ആ സത്യം ആർക്കൊക്കെയോ അറിയാമായിരുന്നു. ചിലപ്പോൾ ആ പോലീസുകാരനും ആ സത്യം അറിയാമായിരിക്കും. ഇന്നലെ കൊല്ലപ്പെട്ട എന്ത് കാര്യം പറയൂ സുദേവ്, എന്ത് കാര്യം? സംഭവിച്ചത് എന്തായാലും നടക്കാൻ പാടില്ലാത്തത് തന്നെയാണ്. ലിസൺ, പക്ഷേ വളരെ വലിയൊരു സത്യമാണ് നമുക്ക് മുന്നിലേക്ക് വന്നിരിക്കുന്നത്. നിങ്ങളുടെ കുഞ്ഞിൻ്റെ ഏതൊരു മർഡർ ആയിരുന്നില്ല, മറിച്ച് അതൊരു ആക്സിഡന്റ് തന്നെയാണ്. ഇന്നലെ മരിച്ച ആ പോലീസുകാരൻ അയാളുടെ പേഴ്സണൽ ഡയറിയിൽ എഴുതിയിരുന്നതാണ്,
ആ സമയത്ത് അയാളുടെ സീനിയറിന് പ്രൊമോഷൻ വേണമായിരുന്നു. അതുകൊണ്ട് അയാൾ ഒരു സാധാരണ ആക്സിഡന്റിനെ വളരെ വലിയൊരു മർഡറായി ചിത്രീകരിച്ചു. പിന്നെ ആ ഓഫീസർ സ്വന്തം കാര്യത്തിന് വേണ്ടി നിങ്ങളുടെ ഭർത്താവും ആരവും തമ്മിലുള്ള വഴക്കിനെ പെരുപ്പിച്ചു കാണിച്ചു. സർ, ഞങ്ങളുടെ പ്രീതുവിനെ ഇനി ഒരിക്കലും മടക്കി കൊണ്ടുവരാൻ സാധിക്കില്ല. പക്ഷെ ഒന്നുമല്ലെങ്കിലും അവളെ ആരും കൊന്നതല്ല എന്ന സമാധാനമെങ്കിലും ഞങ്ങൾക്കുണ്ടാവും. അതെ, എനിക്ക് ആ പോലീസുകാരന്റെ ഡയറി ഒന്ന് കാണാൻ കഴിയോ? അയാളെ രഹസ്യങ്ങളെല്ലാം എഴുതി വെച്ച ഡയറി. അത് ആക്ച്വലി ഡയറി ഇനിയും എഴുതാൻ ബാക്കിയുണ്ട് അല്ലേ? ആ കൊല്ലപ്പെട്ട പോലീസുകാരനില്ലേ, അയാൾക്ക് എന്റെ മോളുടെ മർഡറിന്റെ സത്യം എന്താണെന്ന് അറിയായിരുന്നു. ഇന്നലെ ആക്രമണം നടത്തിയത് എന്റെ മേലല്ല, ആ സത്യത്തിന് മേലെ തന്നെയായിരുന്നു. നിങ്ങൾ ഇനി എത്ര വേണമെങ്കിലും ശ്രമിച്ചോളൂ, സത്യം ഒളിച്ചു വെക്കാനായി. പക്ഷെ ഒരമ്മ അവളുടെ കുഞ്ഞിന്റെ കൊലപാതകത്തിന് പകരം വീട്ടുക തന്നെ ചെയ്യും. അവളുടെ അച്ഛൻ എത്രമാത്രം പോലീസിനെ സഹായിച്ചാലും സ്വന്തം കുഞ്ഞിന്റെ മർഡറിന്റെ സത്യാവസ്ഥ മറച്ചു വെച്ചാലും ശരി. കൃഷ്ണ, എനിക്ക് ഒരു ഗ്ലാസ് വെള്ളം കൂടി തന്നെ. അതെന്റെ ഷാഡോ ആയിരുന്നു. എനിക്ക് ഭൂതത്തെ പേടി അവിടെ ഭൂതമുണ്ട്. ഭൂതം ശരിക്കും നീയാ, നിന്നെയാ ഞാൻ പേടിക്കേണ്ടത്. എന്നിട്ട് നീ ഭൂതത്തെ പേടിക്കുന്നോ? അയ്യോ എന്റെ വായടി, നിന്റെ മുഴുവൻ ഫാമിലി ഇവിടുന്ന് പോയി. പിന്നെ ഗോകുലാണെങ്കിൽ സുമാന്റിയുടെ കൂടെ പോയി അവന്റെ ആന്റിയുടെ വീട്ടിലേക്ക്. എനിക്ക് ഇവിടെ ഒറ്റയ്ക്കിരിക്കുമ്പോ വല്ലാതെ പേടിയാവുന്നു വായടി. ശരി, അതിനൊരു പരിഹാരം ഉണ്ടല്ലോ എന്റെ കയ്യില്. നീ നാളെ മുതൽ എന്റെ കൂടെ ഓഫീസിലേക്ക് വാ. താങ്ക് യു വായടി, താങ്ക് യു. ശരി, ഞാൻ 2 മിനിറ്റിനുള്ളിൽ വരാം. ഓക്കെ? വേണ്ട വേണ്ട, പോണ്ട, വീണ്ടും ഭൂതം വരും. ആരും വരില്ലെന്ന് പറഞ്ഞില്ലേ? അത് എന്റെ ഷാഡോ ആണ്. പക്ഷെ വായടി പെട്ടെന്ന് വരുമല്ലോ അല്ലേ? പെട്ടെന്ന് വരാം. കണ്ണിന് എന്താ പറ്റിയെന്ന് നോക്കട്ടെ. ഓക്കെ കൃഷ്ണ, നാളെ ഓഫീസിൽ പോയിട്ട് എല്ലാം പ്ലാൻ ചെയ്തതുപോലെ തന്നെ ചെയ്യണം. ഇതാരാ എഴുതിയത്? പ്രീതു, ഇന്ന് നീ പെട്ടു കഴിഞ്ഞു. അദ്ദേഹം ചോദിക്കുന്നു ആരാണ് എഴുതിയതെന്ന്.
സുജിയുടെ സഹോദരൻ ഗോകുൽ സുജി ശർമ്മയെ ക്യാബിനിലേക്ക് വരാൻ പറ. യെസ് സർ. ഗോകുൽ നിന്റെ സഹോദരന്റെ പേരാണോ? അതെ. അയാൾ ഇന്ന് രാവിലെ ഓഫീസിൽ വന്നിരുന്നോ? ഇല്ലല്ലോ. സോറി, അത് സമ്മതിച്ചേക്ക്. അയ്യോ, അതെ, അവൻ എന്നോടൊപ്പം ഓഫീസിലേക്ക് വന്നിരുന്നു. പക്ഷേ ഇപ്പൊ ഇവിടുന്ന് പോയി. അവന് സ്കൂളിൽ പോണം. എന്താ? കുട്ടികൾക്ക് പോലും അക്കാര്യം മനസ്സിലാവുന്നുണ്ടോ സുജി? പക്ഷെ നിനക്ക് മനസ്സിലാവുന്നില്ല. സുജി, നമ്മൾ രണ്ടുപേരും പരസ്പരം സ്നേഹിക്കുന്നവരാണ്. അതൊരു സത്യമാണ്. ഇറ്റ്സ് എ ഫാക്ട്. പക്ഷെ നീ ആ സത്യത്തെ അക്സെപ്റ്റ് ചെയ്യുന്നില്ല. ഇതാ, നീ തന്നെ മായിച്ചേക്ക്. വായാടി, നീ എന്താ മസലനോട് മിണ്ടിച്ചിടാത്തെ? എന്തിനാ എപ്പോഴും നിങ്ങൾ ഇങ്ങനെ ഫൈറ്റ് ചെയ്തോണ്ടിരിക്കുന്നെ? എനിക്കാണെങ്കിൽ ഫൈറ്റിംഗ് ഒട്ടും ഇഷ്ടമല്ല വായാടി. ഫൈറ്റിംഗ് ഒട്ടും ഇഷ്ടമല്ല വായാടി. എന്റെ അമ്മയും അച്ഛനും നിങ്ങളെ പോലെ ഫൈറ്റ് ചെയ്യുമായിരുന്നു. ചേട്ടാ, അരക്കിലോ പാവയ്ക്ക് തരൂ. അതുകൊണ്ട് എനിക്ക് ഫൈറ്റിംഗ് ഒട്ടും ഇഷ്ടമല്ല.
സുജി സുജി വയടി ദേ മസലന്റെ അമ്മ വന്നു. നിന്നെ വിളിക്കുക. എനിക്ക് അവരെ കാണണ്ട. വയടി ഇത് തെറ്റാ. അത് നിന്നെക്കാളും മുതിർന്ന ആളാ. പിന്നെ മുതിർന്ന ആളുകളോട് ഇങ്ങനെയൊന്നും കാണിക്കാൻ പാടില്ല വയടി. പ്രിതു, ഞാനാ പറയുന്നത്. നോക്ക്, നിനക്കിപ്പോ കാര്യങ്ങളൊന്നും മനസ്സിലാവില്ല. നിർത്ത്. ഞാൻ നിന്നെ പോവാൻ സമ്മതിക്കില്ല. പ്രിതു, എനിക്ക് ഇവരെ കാണാനും ഇഷ്ടമല്ല, സംസാരിക്കാനും ഇഷ്ടമല്ല. പറ്റില്ല. നീ ഒന്ന് നിർത്തിയേ, എന്നിട്ട് എന്റെ കൂടെ വീട്ടിലേക്ക് വാ. ഞാനല്ലേ പറയുന്നത്. പ്ലീസ് ഒന്ന് സംസാരിക്കൂ. വയടി, നീ ആ മസലന്റെ അമ്മയോട് സംസാരിച്ചോ? കൃഷ്ണ, വാ നമുക്ക് ഐസ്ക്രീം കഴിക്കാൻ പോവാം. പെട്ടെന്ന് വാ. സുജി എന്ത് പറ്റി സുജി? നീ ആരവിനെ എന്തിനാ ഇഗ്നോർ ചെയ്യുന്നേ? നിനക്ക് നന്ദിതയും പ്രീതവുമായിട്ട് എന്താ ബന്ധം? നീ ആരവിനെ സ്നേഹിക്കുന്നില്ലേ? നീ മറ്റൊരാളുടെ കുഞ്ഞു കാരണം എന്തിനാ നിന്റെ സ്നേഹത്തെ നീ... അതെന്റെയും പ്രീതുവാണ്, എന്റെ സ്വന്തം പ്രീതു. പിന്നെ പ്രണയത്തിന്റെ കാര്യമാണെങ്കിൽ അതാ ദിവസം അവസാനിച്ചതല്ലേ? ഞാൻ ആരവ് സാറിനെ കുറിച്ചുള്ള സത്യം മനസ്സിലാക്കിയ ദിവസം. സത്യമോ? എന്ത് സത്യം? സുജി, നീ ഏത് സത്യത്തിന്റെ കാര്യം പറയുന്നേ? ഈ മാർക്കറ്റിന്റെ ഉള്ളിൽ വെച്ച് അഥവാ ആരുടെയെങ്കിലും മരണം സംഭവിച്ചാൽ, ആരുടെയെങ്കിലും മർഡർ നടന്നാൽ ഞാൻ പോലീസിനോട് പറയുകയാണ് എനിക്ക് സുജിയെ സംശയമുണ്ടെന്ന്. എങ്കിൽ എന്ത് സംഭവിക്കും? അപ്പോ ഈ സത്യം നിനക്കും ബാധകമാകും. പോലീസ് ഇവിടെ വരും, അന്വേഷണം നടത്തും, എന്നിട്ട് ഇവിടെയുള്ള ആളുകളോട് ചോദിക്കും, എന്നിട്ട് കേസ് എഴുതും. പിന്നെ തെളിവൊന്നും കിട്ടിയില്ലെങ്കിൽ അപ്പോ നിന്നെ നിരപരാധിയായി കണക്കാക്കും, നിന്നെ വിട്ടയക്കും. അതിന്റെ അർത്ഥം എന്താണ്? സുജി, നീ എന്താണ് ആഗ്രഹിക്കുന്നത്? ഞങ്ങൾ ജീവിതകാലം മുഴുവൻ നിന്നെ വെറുത്തുകൊണ്ടിരിക്കണമെന്നും നിന്നിൽ നിന്ന് അകന്നിരിക്കണമെന്നാണോ?